ബഷീറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ബഷീർ ചോദിച്ചു, ആരാ നാരായണനായിട്ട് അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരും അഭിനയിക്കുന്നില്ല. അപ്പം നന്നാവുമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ ഞങ്ങളിതെല്ലാം ഏർപ്പാടൊക്കെ ആക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം ബഷീർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സ്ക്രിപ്റ്റ് കാണിക്കുമോ? ഞാൻ ബഷീറിൻ്റെയും മീരയുടെയും മുഖത്ത് നോക്കി എന്ത് പറയണമെന്ന്. എന്നിട്ട് മൗനമായിട്ട് കേൾക്കാത്ത മാതിരിയൊക്കെ നടന്നു. അപ്പോൾ ഞങ്ങളിരുന്ന് പലതും സംസാരിച്ച കൂട്ടത്തിൽ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ അവിടെ ഞെട്ടിപ്പോയി. കാരണം നായകൻ അവസാനം വിടുതൽ വാങ്ങി പുറത്ത് വന്ന് ജയിലിൻ്റെ മെയിൻ ഗേറ്റിന് പുറത്ത് കയ്യിലൊരു ചുവന്ന റോസാപ്പൂയിട്ട് നിൽക്കുന്നതായിട്ടാണോ അവസാനിക്കുന്നത്? അപ്പോൾ ഞാനിപ്പോൾ ഞെട്ടിയെന്ന് പറഞ്ഞാൽ ശരിക്കും ഞെട്ടി. കാരണം അല്ലാന്ന് ഞാൻ എങ്ങനെ പറയും? ഇല്ല, പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? അത് ഞാൻ കഴിയുന്നത്ര ശബ്ദം താഴ്ത്തി അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താണ് മമ്മൂട്ടിയുടെ അഭിനയത്തെ പറ്റി എന്താ പറയുന്നത് ബഷീർ എന്തായിരുന്നു ചോദിക്കുന്നത്? എന്ന് പറഞ്ഞു, തിരക്കടില്ല, കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ആ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ പറയും, ഇനി എനിക്ക് ആ പടത്തിൽ കണ്ട ബഷീറിനെ മതിയെന്ന് പറയാതിരുന്നാൽ മതി. നമസ്കാരം. എല്ലാ മലയാളികളുടെയും സ്വന്തമാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം ഓർമ്മയായിട്ട് ഇന്ന് 30 വർഷങ്ങൾ കഴിയുന്നു. പുറമേക്ക് ലളിതം എന്ന് തോന്നുമെങ്കിലും ഒരുപാട് അർത്ഥതലങ്ങളുള്ളവയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ. ആ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മതിലുകൾ. സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പാരതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള വലിയൊരു പ്രസ്താവന ആ നോവലയുടെ അവസാന ഭാഗത്തിലുണ്ട്. വൈ ഷുഡ് ഐ ബി ഫ്രീ? ഹൂ വാണ്ട്സ് ഫ്രീഡം? ഈ സമസ്യ ഉൾക്കൊള്ളുന്ന ഗഹനമായ, തീർച്ചയായിട്ടും പുറമേക്ക് ലളിതമെന്ന് തോന്നിക്കുന്ന കൃതി സിനിമയാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മതിലുകൾക്ക് ചലച്ചിത്രാവിഷ്കാരം നൽകിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനോടൊപ്പമാണ് ഞാനിന്ന്. നമസ്കാരം സാർ. ഇന്ന് ബഷീറിൻ്റെ 30ാം ചരമവാർഷികമാണ്. പല അഭിമുഖങ്ങളിലും സാറ് മതിലുകൾ സിനിമയാക്കിയതിനെക്കുറിച്ചും ബഷീറിനെ അതിനുവേണ്ടി സമീപിച്ചതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ അദ്ദേഹം വളരെ റിലക്റ്റൻ്റ് ആയിരുന്നു അത് സിനിമയാക്കുന്നതിനെക്കുറിച്ച്. അല്ല ഒരിക്കലും അല്ല. എന്ന് മാത്രമല്ല, ഞാനും എൻ്റെ സഹപ്രവർത്തകന് മീര സാഹിബും കോഴിക്കോട്ടുള്ള ഡോക്ടർ MM ബഷീറും ഞങ്ങൾ 3 പേരും കൂടെയാണ് അതിനെ കാണാൻ പോയത്. കാരണം ഈ കഥ പല ആളുകളും അതിൻ്റെ ഈ 67-ലാണിത് കൗമുദി വിശേഷപ്രതിയിൽ ഇത് പ്രസിദ്ധീകരിച്ച് വരുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുന്നത്, നമ്മുടെ എഴുത്ത് ലോകത്തെ വലിയൊരു സംഭവമായിരുന്നു ഈ കഥ. നോവലല്ല, ഒരു നോവല എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ദീർഘമായൊരു കഥ, നീണ്ട കഥയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് പോപ്പുലറായതിൻ്റെ പേരിൽ ആ കോപ്പി കിട്ടാനില്ലായിരുന്നു. അവർ ചരിത്രം വേറെ രീതിയിലുണ്ടാക്കി. കെ ബാലകൃഷ്ണൻ അതിന് രണ്ടാമത് വീണ്ടും ഒരു എഡിഷൻ കൂടെ ഇറക്കി. ആ വിശേഷപ്രതി വീണ്ടും ഒന്നുകൂടെ അടിച്ചു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും വായിച്ച ഒരു കഥയായിരുന്നത്. എന്നിട്ട് ഒരുപാട് നിർമ്മാതാക്കൾ ഇത് സിനിമയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നിന്ന് ഇത് വാങ്ങി അനുവാദം വാങ്ങിച്ചിട്ട് അവസാനം വരുമ്പോൾ ഈ നായികയില്ല സിനിമ എങ്ങനെ എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഒരു സെറ്റ് ആളുകൾ അത് വേണ്ടെന്ന് വെച്ചു. ഇനിയൊരു കൂട്ടർ ബഷീറിൻ്റെയൊക്കെ പറഞ്ഞതായത്, ഇനിയൊരു കൂട്ടർ ഓരോ തവണ ബഷീർ അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് ആ മറുവശത്ത് നാരായണിയോട് സംസാരിക്കുമ്പോഴും ഓരോ തവണയും ഓരോ പുതിയ നാരായണിയെ കാണിക്കുക, ഓരോ പുതിയ സുന്ദരിയെ കാണിക്കുക. അപ്പോൾ ഓരോ തവണ അപ്പോൾ ഇത്രയും സുന്ദരികളെ കാണിക്കാൻ നായികമാരെ അവതരിപ്പിക്കാനുള്ള ഒരു ചാൻസായി. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ബഷീറിനെ കാണിച്ച് കാണും. അപ്പോൾ അതായത് ശരിയല്ല എന്ന് പറഞ്ഞു കാണും. എന്തായാലും ചുരുക്കത്തിൽ അത് ആരും ചെയ്യാതെ അങ്ങനെ മാറ്റിവെക്കായിരുന്നു. ഏറ്റവും അവസാനം ഇതിൻ്റെ റൈറ്റ്സ് വാങ്ങിയിരുന്നത് കൊല്ലത്തെ ശ്രീ രവീന്ദ്രനാഥൻ നായരാണ്. അദ്ദേഹവും എനിക്ക് തോന്നുന്നു പി ഭാസ്കരനോ ആരോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമൊക്കെ പ്ലാൻ ഇട്ടതെന്ന് തോന്നുന്നു. അതായത് രവിവർമ്മയെ കൊണ്ട് അതിന് ക്യാമറ വർക്ക് ചെയ്യിക്കണം എന്നൊക്കെയായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. എന്തുകൊണ്ടോ അത് രവിവർമ്മയ്ക്ക് അതിനെഴുതിയ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് തീരെ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ മനസ്സിൽ അദ്ദേഹം വിചാരിച്ച് കാണും സ്വയം ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നല്ലതെന്നൊക്കെ. അങ്ങനെ ഒന്നും നടന്നില്ല. അങ്ങനെ അത് അവിടെ അങ്ങ് ഇരുന്ന് പോയി. അങ്ങനെ വർഷങ്ങൾ പോയതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് എന്താ പറയുന്നത് മനസ്സിലൊന്നും ശരിക്കും തോന്നാത്ത സമയങ്ങളുണ്ട്. നേരെ
അങ്ങനെ എന്താ അപ്പോഴാലോചിച്ച ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ബഷീറിൻ്റെ ഈ കൃതി എടുത്ത് ചെയ്തുകൂടാ എന്നാലോചിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇതിന് വേണ്ടിയിട്ട് ആ കഥ എടുത്ത് വായിക്കുന്നു. വായിച്ചപ്പോൾ അതിലൊരു ചലഞ്ചുണ്ട്. അത് രസമുള്ള ചലഞ്ചാണ്, കാരണം ആ സ്ത്രീയെ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റെടുക്കുമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെയാണ് അത് ശരി, എന്നാൽ ഇത് ഞാൻ രവിയോട് ചോദിച്ചു, ഞാനിത് ഇപ്പം നിങ്ങളിപ്പോൾ എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ദൂരദർശന് വേണ്ടിയിട്ട് ഇത് തുടങ്ങുന്നത് അങ്ങനെയാണ്. ദൂരദർശന് വേണ്ടിയിട്ട് അന്ന് നമ്മുടെ ശ്രീ കുഞ്ഞികൃഷ്ണനാണ് അന്ന് ഇവിടുത്തെ ഡയറക്ടർ. അദ്ദേഹം അവരുടെ ഒരു പ്രോജക്റ്റായിരുന്നു ഇങ്ങനെ നമുക്കിഷ്ടമുള്ള വിഷയത്തെപ്പറ്റി സിനിമ എടുക്കാം, പക്ഷേ അത് ദൂരദർശന് വേണ്ടിയിട്ട് ദൂരദർശനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. കുറേ പേര് ചെയ്തു, 2-3 പേര് യാത്രയുടെ അന്ത്യമൊക്കെ കാലത്ത്. അതെ, അതിൻ്റെ കൂടെ ഉള്ളതായിരുന്നു. അങ്ങനെ ആണ് അതിൻ്റെ ആരംഭം അവിടെ നിന്നാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലൊന്നുമില്ല. അപ്പം ഇങ്ങനെ പഴയ വായിച്ച ഇഷ്ടപ്പെട്ട കഥ ആലോചിച്ച് അങ്ങനെ പോയതാണ്. ബഷീറോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ബഷീർ ചോദിച്ചു, ആരാ നാരായണനായിട്ട് അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരും അഭിനയിക്കുന്നില്ല. അപ്പം നന്നാവുമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് രസമായിട്ടാണ് പറഞ്ഞത് മറുപടി. അപ്പോൾ നന്നാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് താല്പര്യമായി. ഞാൻ ചെല്ലുന്ന സമയത്ത് പറഞ്ഞ വേറൊരു കഥ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിയതാണ്. കാരണം സാബാ സൈദി എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻ്ററി ഒക്കെ എടുക്കുന്ന, ഒരു ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കുന്ന ഒരു ഡൽഹിയിലുള്ളൊരു പ്രൊഡ്യൂസർ. അവർ എൻ്റെ കുറേ ചെറുകഥകൾ ചോദിച്ചിട്ടുണ്ട്, അതിൽ മതിലുകൾ നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. ഞങ്ങൾ പോയിരിക്കുന്ന ഇതിനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, കൊടുത്തോ? ഇല്ല, അതിപ്പോൾ ഇങ്ങനെ വന്നു, ഇങ്ങനെ 1500 രൂപ തരാമെന്ന് പറഞ്ഞു. എന്നാ പറയുന്നത്? ഞാൻ പറഞ്ഞു, അത് വേണ്ട, കൊടുക്കണ്ട എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞ് അതങ്ങ് ആ ഇഷ്യൂ ഉറപ്പിക്കാൻ നോക്കി. ഞങ്ങൾ അതിനു വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരം തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പോൾ ബഷീർ തന്നെയാണ് ഈ കഥ പലരും എന്നെ കഥ എഴുതിയതും അങ്ങനെ കൊണ്ട് കാണിച്ചതും ഒക്കെയായിട്ടുള്ള ഈ സംഗതികളൊക്കെ പറയുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം പറഞ്ഞു, മറ്റു പല കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ബഷീറിനെ കാണുന്നത് ശരിക്കും, അതിന് മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അദ്ദേഹം എങ്ങനെ ആയിരിക്കും ആൾ. ഞാൻ ബഷീർ ആദ്യമൊക്കെ ബാല്യകാലസഖി ഇറങ്ങുന്ന കാലത്ത് അത് ഇറങ്ങിയ സമയത്ത് തന്നെ വായിച്ച ഒരാളാണ്. അപ്പോൾ അന്ന് തന്നെ അദ്ദേഹത്തിനോട് ആരാധന തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണുക എന്നുള്ളത് വലിയൊരു മനസ്സിലുണ്ടായിരുന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഞാൻ അദ്ദേഹത്തിനെ പറ്റി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു രൂപം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹം. വ്യത്യസ്തനായ ഒരാളല്ല. ആ എഴുതിയ ആളും എഴുത്തിനകത്തൂടെ വരുന്ന ഒരു ബഷീറുണ്ട്. എഴുതിയ ആളും ശരിക്കുള്ള ആളും എല്ലാം ഒന്ന് തന്നെയാണ്. എഴുത്തുകാരനും ആ വ്യക്തിയും എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള ഒരു വളരെ മനോഹരമായൊരു കണ്ടുപിടുത്തമായിരുന്നു. അതിനകത്തൊരു മറിമായി ഒന്നുമില്ല. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ. സിനിമയിൽ തന്നെ എഴുത്തുകാരൻ ആണല്ലോ വരുന്നത്. അതിൽ പിന്നെ മാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നും. എനിക്കുണ്ടായിരുന്ന ഒരു ചലഞ്ച് ഈ ഒരു നായികയെ കാണിക്കുക, സിനിമ എടുക്കുക എന്നുള്ളത് മാത്രമല്ല. അതിനേക്കാൾ വലിയ ചലഞ്ച് ബഷീറിനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബഷീറായിട്ട് വേറൊരു നടനെ വെച്ചിട്ട് ഒരു ബഷീറിനെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് വലിയൊരു ചലഞ്ചായിരുന്നു. അപ്പോൾ ബഷീറിനെ പറ്റി എനിക്ക് അങ്ങനെ എഴുതിയ എല്ലാ വകകളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അദ്ദേഹത്തെ ആരാണ് ശരിക്കുള്ള ബഷീർ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി മുഴുവനായിട്ട് വായിച്ചു, ഒരുമിച്ച് വായിച്ചു. അതൊരു എക്സസൈസായിരുന്നു. സമ്പൂർണ്ണ കൃതികൾ ഒരുമിച്ചിരുന്നു. കൃതികളൊന്നും ഇറങ്ങിയിട്ടില്ല, പക്ഷേ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്ത് എൻ്റെ കയ്യിലുള്ളതൊക്കെ ചേർത്ത് അങ്ങനെ വായിച്ചപ്പോൾ അതിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു ബഷീറുണ്ട്. ആ ബഷീറിൻ്റെ വലിയ പ്രത്യേകത അദ്ദേഹത്തിന് സ്വയം നല്ല അഭിപ്രായമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആകാര സൗഷ്ഠവത്തെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു. അത് വായിക്കുമ്പോൾ തെളിയുന്ന ഒരു പല കഥകളിലും പറയുന്നുണ്ട്. ഭഗത് സിംഗിൻ്റെ മീശ എന്നൊക്കെ പറയുന്നത്. അതെ. പിന്നെ രണ്ടാമത് അദ്ദേഹം ആരോഗ്യത്തിൽ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. അതാണ് ഈ രാവിലെ എണ്ണിച്ച് കസർത്ത് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരുപാട് പ്രണയബന്ധങ്ങൾ, ഇതിങ്ങനെ നമുക്ക് വായിക്കുമ്പോൾ കഥകളിൽ കൂടെ വരുന്നതാണ്. പിന്നെ ഏതാണ്ടൊരു സൂഫി സന്യാസിയുടെ സ്വഭാവവിശേഷം, വലിയ വിശാലമായിട്ടുള്ള ലോകവീക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയ മനുഷ്യനാണ് അതിൽ നിന്ന് ഉയർന്നു വരുന്നത്. എനിക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ സുന്ദരനായിരിക്കണം,
ഈ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം ചേരണം. അങ്ങനെ പറ്റിയ ഒരാൾ മമ്മൂട്ടിയാണ്. അതെ. അവൾ മമ്മൂട്ടിയെ വിളിച്ചപ്പോൾ ഒരു വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് പറഞ്ഞത്, സാർ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേരായിട്ട് അഭിനയിക്കാൻ എനിക്കൊരു ഭാഗ്യമില്ല കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ എക്സൈറ്റ്മെൻറ്റ് മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പടം ചെയ്യുന്നത്. ചെയ്തിട്ട് അവസാനം പടം തീർന്നപ്പോഴേ ഞാൻ വിചാരിച്ചിന് വല്ലവരും ഈ പടം കണ്ടിട്ട് പോയി അദ്ദേഹത്തിനിടയ്ക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് പിന്നെ കാണണ്ട, അങ്ങനെയല്ല വേണ്ടത്. ആദ്യം കാണിക്കുന്നത് അദ്ദേഹത്തിനായിരുന്നു. അത് നേരത്തെ ഞങ്ങൾ ഇതെല്ലാം ഏർപ്പാടൊക്കെ ആക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം ബഷീർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സ്ക്രിപ്റ്റ് കാണിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ബഷീറിൻ്റെയും മീരയുടെയും മുഖത്ത് നോക്കി എന്ത് പറയണമെന്ന്. എന്നിട്ട് മൗനമായിട്ട് കേൾക്കാത്ത മാതിരിയൊക്കെ നടന്നു. എന്നിട്ട് പോകുന്ന വഴിക്ക് ഞാൻ ബഷീറിനോട് പറഞ്ഞു, ബഷീറെ വളരെ സൗകര്യമായിട്ട് അദ്ദേഹത്തിനോട് പറയണം, ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയ ആളിനെ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ കാണിക്കത്തില്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണമെന്നില്ല അദ്ദേഹത്തിൻ്റെ കൃതി. ഞാൻ ഏതെങ്കിലും സീൻ കളഞ്ഞിട്ടോ ചേർത്തിട്ടോ എഴുതി വയ്ക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അദ്ദേഹത്തിനെ കാണിച്ചാൽ അത് ശരിയാവത്തില്ല, അതുകൊണ്ട് ഞാനത് കാണിക്കത്തില്ല, അത് നൈസായിട്ട് അങ്ങ് പറഞ്ഞേച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ അതേസമയം പടം തീർന്ന് ഞാൻ ആദ്യം അദ്ദേഹത്തിനെ തന്നെ കാണിക്കണമെന്ന് കരുതിയിട്ട് ഞാൻ പടമെല്ലാം റെഡിയായി മദ്രാസിൽ നിന്ന് പോരുന്നതിന് മുമ്പ് തന്നെ ഞാൻ MD വിളിച്ചു. MD അടുത്ത ആളാണല്ലോ. അപ്പോൾ MDയോട് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് അവിടെ വന്നൊരു പ്രിവ്യൂ നടത്തണമെന്നുണ്ട് ബഷീറിന് വേണ്ടിയിട്ട്. ബഷീറിനെയും സുഹൃത്തുക്കളെല്ലാം അതിൽ വിളിക്കാവുന്നതാണ്, നമുക്ക് അവിടെ ഒരു സ്ക്രീനിങ് നടത്തണമെന്ന് പറഞ്ഞു. MD അത് വളരെ ഇമ്മീഡിയറ്റായിട്ട് അത് അറേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ നേരെ കോഴിക്കോട്ട് പോയി. പിന്നെ ഒരു ദിവസം ഞാൻ താമസിച്ച ഹോട്ടലിൽ അദ്ദേഹത്തിനെ വിളിച്ച് ഞാൻ അത് പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത് എല്ലാം അറേഞ്ച് ചെയ്തു. രാവിലെ ആയപ്പം ഞങ്ങൾ കുളിച്ച് റെഡിയൊക്കെ ആവുന്നുണ്ടായിരുന്നുള്ളൂ. ബഷീറും കുടുംബവും കൂടെ രാവിലെ വന്ന ഹോട്ടലിൽ. എന്നിട്ട് വൈഫ് പറയുകയാണ്, മൂപ്പര് ഇന്നലെ ഉറങ്ങിയിട്ടില്ല, എക്സൈറ്റ്മെൻറ്റാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അതൊരു നാണത്തോട് ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിരുന്ന് പലതും സംസാരിച്ച കൂട്ടത്തിൽ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ അവിടെ ഞെട്ടിപ്പോയി. കാരണം നായകൻ അവസാനം വിടുതൽ വാങ്ങി പുറത്ത് വന്ന് ജയിലിൻ്റെ മെയിൻ ഗേറ്റിന് പുറത്ത് കയ്യിലൊരു ചുവന്ന റോസാപ്പൂയിട്ട് നിൽക്കുന്നതായിട്ടാണോ അവസാനിക്കുന്നത്? അപ്പോൾ ഞാനിപ്പോൾ ഞെട്ടിയെന്ന് പറഞ്ഞാൽ ശരിക്കും ഞെട്ടി. കാരണം അല്ലാന്ന് ഞാൻ എങ്ങനെ പറയും? ഇല്ല പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? അത് ഞാൻ കഴിയുന്നത്ര ശബ്ദം താഴ്ത്തി അല്ല എന്ന് പറഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കിയാലോ ഒന്നും പറഞ്ഞില്ല. അപ്പോഴും മറ്റേ കാർത്തികനിലൊരു കുട്ടിയുണ്ടല്ലോ, കുട്ടിയാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ കാറിലാണ് കൊണ്ടുവന്നത്, VM കുട്ടി എന്നല്ല. അപ്പോൾ അവിടെ പിന്നെ അപ്പോൾ പടം കാണാൻ പോയി. അപ്പോൾ ഒരുപാട് ആളുകൾ വന്നിരുന്നു കാണാനായിട്ട്. പടം തുടങ്ങി, അങ്ങനെ എല്ലാം കഴിഞ്ഞു. എല്ലാവരും ഒക്കെ എണിച്ചു കഴിഞ്ഞിട്ടും ഇദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നു. ഞാൻ പതുക്കെ വളരെ ആകാംക്ഷാപൂർവ്വം ഇങ്ങനെ അടുത്ത് ചെന്ന് ഇങ്ങനെ അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നോട്ട് എ ഡൾ മൊമെൻറ്റ്. കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു റെസ്പോൺസ് വന്നല്ല, വളരെ സന്തോഷമായി. അപ്പോൾ എന്നോട് നേരത്തെ ഈ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ഒരു പ്രസ്സുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു കോഴിക്കോട് പ്രസ് ക്ലബ്ബ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയാണ് ബഷീറിനെ കൂടെ വിളിക്കണം. നേരത്തെ സ്ക്രീനിങ്ങിന് മുമ്പ് തന്നെ പറഞ്ഞു, ബഷീറിനെ കൂടെ വിളിക്കണം, ഞാൻ മാത്രമായിട്ട് വേണ്ട. പ്രസ് മീറ്റ് നടക്കുമ്പം എന്നോട് ചോദ്യങ്ങൾക്ക് മുഴുവൻ ബഷീർ ഉത്തരം പറയുന്നത്. അപ്പോൾ പിന്നെ എന്താണ് മമ്മൂട്ടിയുടെ അഭിനയത്തെ പറ്റി എന്താ പറയുന്നത്, ബഷീർ എന്തായിരുന്നു ചോദിക്കുന്നത്. ഞാൻ ഇവരെ കുറുക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു, തിരക്കടില്ല, കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ആ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ പറയും, ഇനി എനിക്ക് ആ പടത്തിൽ കണ്ട ബഷീറിനെ മതിയെന്ന് പറയാതിരുന്നാൽ മതി. അല്ല, ഇതിലും സുന്ദരനായിരുന്നു ചെറുപ്പത്തിൽ, മമ്മൂട്ടിയേക്കാൾ സുന്ദരനായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അവിടെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയാണ്, എനിക്ക് ബാല്യകാല സഖിയോ, എൻ്റെ ഇപ്പം ബക്കരാന ഉണ്ടായിരുന്നോ, മറ്റേ 2-3 കൃതികളുടെയൊക്കെ പേര് പറഞ്ഞ്, പത്തുമ്മയുടെ ആടോ, ഏത് വേണം ഗോപാലകൃഷ്ണൻ ഫ്രീ എന്ന് അവിടെ അനൗൺസ് ചെയ്യുക, ഏത് വേണമെങ്കിലും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു വലിയ, എന്നെ സംബന്ധിച്ചുള്ള എനിക്കൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. ഞാൻ
ഒരിക്കലും ഒരു എഴുത്തുകാരന് ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയ ഗംഭീരമായൊരു സ്വീകരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വലിയ അനുഭവമായിരുന്നു. എന്ന് മാത്രമല്ല, അതുകൊണ്ട് ആ പടം എടുത്തത് കൊണ്ടുണ്ടായ ഗുണം, ഞാൻ ബഷീറിനുമായിട്ട് ഒരു വലിയ അടുത്ത ഒരു ആത്മീയ ബന്ധം അതോടുകൂടി ഉണ്ടായി. അതെ, അതിൽ എനിക്ക് വലിയൊരു ഭാഗ്യമായിരുന്നത്. കുറച്ചു കാലം കഴിഞ്ഞ് ഇറങ്ങി കുറെ കഴിഞ്ഞ് കുറച്ച് എനിക്ക് ഒരിക്കലും കാർഡിലാന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. എൻ്റെ കഥകളും അതൊക്കെ മൊത്തമായിട്ട് ചില്ലറയായിട്ട് വായിക്കാനായിട്ട് കുറേ ആളുകൾ വന്നിരിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നില്ല് എനിക്കൊരാളോട് ചോദിക്കാനുണ്ട് എന്നും പറഞ്ഞ് എഴുതുന്നേ. ലക്ഷ്മോ എന്ത് പറയുന്നു എന്ന് പറഞ്ഞ് എഴുതി. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഉടനെ പ്ലാനില്ല, അതുകൊണ്ട് ആരെങ്കിലും ചോദിക്കുന്നതിൽ കൊടുത്തോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ അത് അത്രമാത്രം ഒരു നല്ല ആത്മബന്ധം ഉണ്ടായി. പിന്നെ ചിലർ അഭിനയിക്കാനൊക്കെ, മമ്മൂട്ടി പറയുന്നൊരു കഥയുണ്ട്. മമ്മൂട്ടി ഒരിക്കലേ ഇയാൾ നമ്മുടെ മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടർ, മമ്മൂക്കോയ മമ്മൂട്ടിയോട് പറഞ്ഞു തന്ന്. മമ്മൂക്കോയ പിന്നെ കണ്ട് ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഗോപാലകൃഷ്ണൻ എടുത്തു തരാം, നീ ചെല്ല് എന്ന് പറഞ്ഞത്. അഭിനയിക്കാൻ ചാൻസ്. മമ്മൂക്കോയ അടുത്ത ആളായിരുന്നു. സാർ, ഈ ബഷീറിയൻ തോട്ട്സ് ഉണ്ടല്ലോ, ഒരു സാറ് നേരത്തെ പറഞ്ഞല്ലോ, ഒരു സൂഫിസമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ശൈലി. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ബഷീർ ദ മാൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ. സാർ ഇപ്പോൾ കുറേയൊക്കെ പറഞ്ഞു അത്. എങ്കിൽ പോലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു വളരെ കയോട്ടിക്കായിട്ടുള്ളൊരു ലോകത്ത് അത്തരം ഒരു മനുഷ്യൻ്റെ ഒരു പ്രസക്തി എന്താണെന്നുള്ളതിനെ കുറിച്ച് സാറ്? വലിയ പ്രസക്തിയാണ്. കാരണം അദ്ദേഹത്തിനെ ഒരു മോഡലായിട്ട് കാണേണ്ടതാണ് എല്ലാവരും. അദ്ദേഹം ജനിച്ച സമുദായവും അദ്ദേഹത്തിന് ചുറ്റുമുള്ള മറ്റുള്ളവരുടെ സമുദായവും ഒക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അതൊരു വലിയൊരു പാഠമാണ്. ബഷീറിനെ ശരിക്കും മനസ്സിലാക്കണം. ബഷീറാണ് നമ്മുടെ മോചനം ശരിക്കും പറഞ്ഞാൽ. എൻ്റെ മകൾ സ്കൂളിൽ കുട്ടിയായിരിക്കുമ്പോൾ അവളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു, ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞു നടക്കുമായിരുന്നു. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പുതിയ സങ്കല്പമാണ് അത്. ഭൂമിയുടെ അവകാശികൾ ഇവരൊക്കെ കൂടെ ചേർന്നാണെന്നുള്ളത്. നമ്മൾ പരമ്പരാഗതമായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മൾക്ക് വേണ്ടിയാണെന്ന്. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് വേണ്ടിയാണ്, നമ്മൾ അതിനെയൊക്കെ നശിപ്പിച്ചിട്ട് ജീവിച്ചോളാൻ. അങ്ങനെ അല്ല, ഭൂമിയുടെ അവകാശികളാണ് ഇവരെല്ലാം. ഈ കാടനും കൊക്കും പക്ഷിയും തേളും ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ലോകമാണ്, അവരുടെയും കൂടെയാണ് ഈ ലോകം. അതൊരു വലിയൊരു പാഠമാണ്. കുട്ടികൾ താഴെ ക്ലാസ്സിൽ പഠിക്കേണ്ടതാണ് എനിക്കപ്പോൾ തോന്നുന്നത്. ഇവിടെ കൂടെ പറയരുത് ഭൂമിയുടെ അവകാശികൾ. ഇപ്പം ബഷീറിൻ്റെ രചനാലോകത്തിൽ ഇപ്പം ആധുനിക സാഹിത്യം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു തുടക്കം, മലയാളത്തിലെ ഒരു ആധുനിക സാഹിത്യത്തിൻ്റെ തുടക്കം എന്ന് പറയാം. പക്ഷേ ഇപ്പം ഈ സറിയലിസം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അങ്ങനെ ശരിക്കും ഇയർമാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു സറിയലിസ്റ്റിക് വേൾഡ് എപ്പോഴും അദ്ദേഹത്തെ ചൂഴ്ന്നു നിൽക്കുന്നതായിട്ട് ഉണ്ടായിരുന്നു. പല കഥകളിലും ഉണ്ടല്ലോ. അതിന് അദ്ദേഹത്തിന് സഹായകമായത് ഒരു പ്രത്യേക തരം ഉള്ളൊരു മാനസികാവസ്ഥയിൽ കൂടെ അദ്ദേഹം കടന്നു പോയിരുന്നു. അത് വരുന്ന ആ സമയത്ത് മരുന്ന് കൊടുത്തതിനെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരു 1000 ആനയെ നിർത്തിയിട്ട് നെറ്റിക്ക് വെച്ച പോലാണെന്ന് തളം വെച്ചത്. ഈ ആനയെല്ലാം ഉറങ്ങിപ്പോകുമെന്ന്. അത്തരം തളമാണ് എനിക്ക് വെച്ചത് പറയുമായിരുന്നു. അതൊക്കെ ഒരു എന്ന് മാത്രമല്ല, ഈ കുട്ടിക്കാലത്തെ പിന്നെ സാഹിത്യകൃതികൾ വായിച്ചോ അനുഭവിച്ചോ അങ്ങനെയുള്ള രീതി കൂടെ വന്ന ആളല്ല. 40-40 വർഷം ജീവിച്ച് ജീവിതം എന്താണെന്ന് എൻ്റെ എല്ലാ വശങ്ങളും ജീവിച്ച്, എല്ലാ ഘടകങ്ങളും ജീവിച്ച്, എൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും എല്ലാം അനുഭവിച്ചിട്ട് കൂടുതൽ എൻ്റെ ദോഷങ്ങളൊക്കെ അനുഭവിച്ചു വന്ന ഒരാൾ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കഥയുണ്ടല്ലോ അദ്ദേഹത്തിന്. അത് വായിച്ചാൽ അറിയാം. ഒരു ഗംഭീര ഒരു കഥയല്ലേ. അയാൾക്ക് ഒരു അലിവ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. വളരെ ഡ്രമാറ്റിക്കുമാണ് സാർ. അതെ. നിങ്ങളുടെ പേഴ്സ് ഏതാന്ന് ചോദിക്കാം. പുള്ളി സൃഷ്ടിച്ച ഏറ്റവും വലിയ എല്ലാ കൃതികളിലും ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വൈ ഷുഡ് ഐ ബി ഫ്രീ എന്ന് പറയുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, അത് എല്ലാ സംഗതികളും ഉണ്ടെന്ന് തോന്നുന്നു. അതിങ്ങനെ പിന്നെ ഈ ജീവിതാനുഭവങ്ങൾ ഇത്രയും പാക്ഡായിട്ട് മനസ്സിൽ വന്നിട്ട് എഴുതാതിരിക്കാൻ നിർബന്ധം വയ്യാന്ന് തോന്നുമ്പോഴെഴുതിയതാണ്.
അതുതന്നെ ബഷീറിൻ്റെ കൃതികളുടെ ഒരു പ്രത്യേകത, അവസാനം അദ്ദേഹം എഴുതിയ മാഞ്ചൂട്ടിലൊന്നും അല്ല ഞാൻ പറയുന്നത്, അതിനു മുമ്പുള്ള കൃതികൾ ഓരോന്നും വളരെ ക്രാഫ്റ്റഡാണ്, വെൽ ക്രാഫ്റ്റഡാണ്, റീ റിട്ടൺ വെൽ ക്രാഫ്റ്റഡാണ്. ഈ ഓരോ വാക്ക് പ്രയോഗിക്കുന്ന യാദൃശ്യമായിട്ട് എഴുതി വിട്ടതല്ല, അതിങ്ങനെ പിന്നെയും പിന്നെയും അരിച്ചരിച്ചരിച്ചെടുത്ത് മിനുക്കി ഉപയോഗിച്ചിരിക്കുന്നതാണ്. അതൊരു യാദൃശ്ചികതയൊന്നും അതിനകത്തില്ല. ബാല്യകാലസഖി ഒരു ഹ്യൂജ് വോളിയമായിരുന്നു ആദ്യം. ഇതൊരു കൃതിയാണ്. ഇതിൻ്റെ വക്കുകളിൽ രക്തം പറ്റി പിടിച്ചിരിക്കുമെന്ന് പറയുമല്ലോ. ഇപ്പോൾ പറഞ്ഞ് എത്ര കറക്റ്റായിരുന്നു. ജീവിതത്തിൽ കീറിയെടുത്ത ഏടാ എൻ്റെ വക്കുകളിൽ ചോര അടിച്ചിരിക്കുന്നത്. അത് വളരെ വളരെ സത്യമാണ്. അനുഭവങ്ങളുടെ ഒരു അങ്ങനെ അവിടുന്നാണ് തുടങ്ങുന്നത്. അല്ലാതെ എഴുതാനുള്ളൊരു വാസന ഉണ്ടായതുകൊണ്ട് മറ്റേതെങ്കിലും പ്രോത്സാഹനം കിട്ടിയതുകൊണ്ട് എഴുതി തുടങ്ങിയ ആളല്ല. ഈ സ്ക്രിപ്റ്റ് കാണിക്കില്ല എന്ന് സാറ് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം വിളിച്ചു. ഈ മറ്റേ നീലവെളിച്ചം ഭാർഗവ നീലയാക്കിയ സമയത്ത് മദ്രാസിൽ വെച്ചിട്ടാണ് തരും. ഞാൻ ശോഭന പരമേശ്വരൻ നേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് മാതൃഭൂമിക്ക് വേണ്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കഥയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ എഴുതാം, ബഷീറാണല്ലോ സ്ക്രിപ്റ്റ് ചെയ്ത്, ഒരൊറ്റ ആൾ അത് കാണാൻ പാടില്ല, അങ്ങോട്ട് കയറി വരാൻ പോലും പാടില്ല. പക്ഷേ വിൻസെൻ്റ് മാഷിന് ഇത് കാണണം, ഇതെങ്ങനെയാണെന്ന് അറിയാം, കാരണം ഇദ്ദേഹം ആദ്യമായിട്ട് തിരക്കഥ എഴുതാം. അവസാനം പുള്ളി ധൈര്യം സംഭരിച്ച് ചോദിച്ചു, വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ശരിയായിട്ടില്ല. എന്നുവെച്ചാൽ ആ സിനിമയുടെ ക്രാഫ്റ്റിലേക്ക് വന്നിട്ടില്ല. പുള്ളി അത് പറയുകയും ചെയ്തു. അപ്പോൾ വിചാരിച്ചത് ഇതോടെ കഴിഞ്ഞു പരിപാടി, പുള്ളി ഇപ്പം തന്നെ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോകും, മദ്രാസിൽ വെച്ചിട്ടായിരുന്നു എന്നാ വിചാരിച്ചത്. പുള്ളി നേരെ തീപ്പെട്ടി വരച്ച് ആ എഴുതിയ ഇത് അത്രയും 2 ദിവസം എഴുതിയിരുന്നു, മൊത്തം കത്തിച്ച് കളഞ്ഞു. അപ്പോൾ ഇനി അടുത്ത രംഗം പെട്ടിയെടുത്ത് പോരാഞ്ഞു. പക്ഷേ പുള്ളി വീണ്ടും കഥകടച്ചെടുത്തിട്ട് എഴുതി. അതാണ് ആ സ്ക്രിപ്റ്റ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പുള്ളിക്കും ഇത് കാണിക്കുന്നത് ഇഷ്ടമൊന്നുമല്ല ഒരാളെ, അതുകൊണ്ട് പറയുമ്പോൾ തെറ്റില്ല എന്ന് പറയായിരുന്നു. ഇല്ല അതെ, പിന്നെ എനിക്ക് അറിഞ്ഞുകൂടല്ലോ അതിൻ്റെ എങ്ങനെ അത് കാണുമെന്ന് പറഞ്ഞാൽ എഴുതിയ ആളിനെ വളരെ പൊസസീവ് ആയിരിക്കും എഴുതുന്നതിന്. ഓരോ വാക്കും ഓരോ പാരയും അവർക്ക് ഇങ്ങനെ മനസ്സിൽ കാണും. അതെ, നമ്മളത് മറ്റേ ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും ഉണ്ടായപ്പോഴും അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അഡാപ്റ്റേഷൻ അങ്ങനെ വലിയ പ്രശ്നമുണ്ട്. അത് സിനിമയുടെ ക്രാഫ്റ്റ് അറിയാൻ പാടില്ലാത്തതിനൊരു പ്രശ്നമാണ്. അല്ല, അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ സ്വാംശീകരിക്കുന്നൊരു പ്രോസസ്സാണ്. ബഷീറിൻ്റെ ഈ മതിലുകൾക്കകത്ത് അത് എഴുതിയ ഒരുപാട് ഭാഗം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ ഞാൻ പുതിയ സംഗതിനകത്ത് കയറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വന്നിട്ടാണ് അത് ഫില്ലാവുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫില്ലാവുന്നത്. ഒമിഷൻസും അഡീഷൻസും എപ്പോഴും ഉണ്ടാവും. എല്ലാവരും അതിനകത്തേക്ക് കൂടുതൽ നമ്മൾ ചെറിയ 1.5 മണിക്കൂർ സമയത്തിനുള്ളിൽ നമ്മളൊരു വലിയ അനുഭവത്തിൻ്റെ ഒരു സഞ്ചയമാണ് നമ്മളിൽ കാഴ്ചക്കാരിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അത് പാക്ക് ചെയ്യണം, അത് ലെയർ ചെയ്യണം, വളരെ പ്രധാനമാണ്. കാരണം അതിനകത്ത് ഇദ്ദേഹം പിന്നെ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് ഈ പിന്നെ സ്വബോധം നശിക്കുന്ന ബാലൻസ് നഷ്ടപ്പെടുന്നതിനെ പറ്റി ഒരു സൂചന ഇതിനകത്തുണ്ട്, പടത്തിനകത്തുണ്ട്. പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് അപ്പോൾ നിരന്തരമായിട്ട് ശബ്ദങ്ങൾ കേൾക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് ഇതിൻ്റെ ലക്ഷണമാണ്. പിറ്റേ ദിവസം അറിയുന്നത് അപ്പുറത്ത് മതിലിന് മുകളിൽ കുടിഞ്ഞിട്ട് ഡെപ്പികളിൽ ഒരു സാധനം എടുത്ത് എറിഞ്ഞ ശബ്ദമായിരുന്നു. അതിനകത്തൊരു ആക്ച്വൽ ഇതായിട്ടുണ്ട്. ഇതിങ്ങനെ രണ്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫാലസിയായിട്ട് ചേർത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ വെളിച്ചത്തിൻ്റെ ഒരു സംഭവം, സെല്ലിന് പുറത്തുള്ള ലൈറ്റിൻ്റെ, ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. പുള്ളിയുടെ ഒരു നടത്തമുണ്ട്. നടത്തം വളരെ പ്രധാനമാണ്. അതെ, അതിലാണ് പുള്ളിക്കൊരു ചെറിയ ഹാലൂസിനേറ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു എയിംലെസ് വാക്കാണ്. അതെ അതെ അതെ. അല്ല, അതിനകത്തൊരു ബഷീറിയൻ സംഗതി ഉണ്ട്, ശരിക്കും ഉണ്ട്. സർ, നമ്മൾ കുറച്ച് മുമ്പ് അനന്തരത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ഈ പറയുന്ന ഇപ്പം ഞങ്ങളുടെയൊക്കെ കൗമാരകാലത്തെ കോളേജ് കാലത്തൊക്കെ ഞങ്ങളുടെ ജനറേഷനെ ആ സമയത്താണ് സിനിമ വരുന്നത് 87-ൽ. വല്ലാതെ ത്രസിപ്പിച്ച ഒരു അനുഭവമായിരുന്നു. സാറിൻ്റെ മറ്റൊരു സിനിമകളും പോലെയല്ല ആ സിനിമ. അത് എല്ലാ സിനിമയും ഒരുപോലെയല്ല എങ്കിൽ തന്നെയും അതിൻ്റെ ഒരു ഗതി വേറൊരു തരത്തിലാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു നറേഷൻ തന്നെ. സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് മൂവി ഈസ് അബൌട്ട് സ്റ്റോറി ടെല്ലിങ് എന്ന്. സാർ, അത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പം നമ്മുടെ ജനറേഷൻ, ഈ യങ് ജനറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരവസ്ഥയിലാണ്. അത് എല്ലാ കാലത്തും നമ്മൾ പറയാറാണ്. പക്ഷേ എന്നാലും ഇപ്പോൾ തീർച്ചയായിട്ടും വേറൊരു ലോകത്ത്, ഇപ്പോൾ നമ്മൾ നേരത്തെ സോഷ്യൽ മീഡിയയെക്കുറിച്ചൊക്കെ പറഞ്ഞു, ഇപ്പം പരസ്പരം മുഖത്ത് നോക്കാത്ത, കണ്ണിൽ നോക്കാത്ത ഈ ഒരു എക്വിപ്മെൻറ്റിലേക്ക് മാത്രം നോക്കിയിരിക്കാൻ നിർബന്ധിതരാകുന്നൊരു ജനറേഷനാണ്. അപ്പോൾ അനന്തരം പോലുള്ളൊരു സിനിമ അന്ന്
ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ മനസ്സിൽ ശരിക്കും എന്തായിരുന്നു അങ്ങനത്തെ ഒരു ഏത് തരം ഒരു ജനറേഷനാണ് ശരിക്കും സാർ അത് അതിലൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നത്? എസ്പെഷ്യലി അതിൻ്റെ ഒരു നറേഷനും അങ്ങനെ ആയിരുന്നല്ലോ. അതൊരു ശരിക്കും പറഞ്ഞാൽ ആ സിനിമയെ പറ്റി ഞാൻ അതിൻ്റെ മ്യൂസിക് ചെയ്യുമ്പോൾ അദ്ദേഹം മ്യൂസിക് ഡയറക്ടറോട് പറഞ്ഞത് ആ പടം ഒരു ഏങ്ങലാണ്. ശരിക്കും അതിൻ്റെ അടിയിൽ ലൈറ്റ് മോട്ടീവ് എന്ന് പറയാവുന്ന ഒരു ഏങ്ങലാണ് മനസ്സിൻ്റെ ഉള്ളിൽ. കാരണം ഇയാളൊരു അനാഥനാണ്. അനാഥനായിട്ട് ജനിച്ച ഒരാളുണ്ട്. ഹി വാണ്ട്സ് ടു ബിലോങ് ടു സംതിങ്, ഹി വാണ്ട്സ് ടു ബി ലവ്ഡ്, ഹി ഹാസ് ടു ബി പാർട്ട് ഓഫ് ദിസ് തിങ്. അതില്ല. അത് അച്ഛൻ്റെ കൂട്ടൊരാളുണ്ട്, അച്ഛനല്ല. ചേട്ടൻ്റെ കൂട്ടൊരാളുണ്ട്, അയാൾ ചേട്ടനല്ല. പിന്നെ അയാൾ ഈ പ്രണയിക്കുന്നത് പോലും അയാൾ ഉണ്ടാക്കുന്ന കഥയാണ്. അത് ഒരു വളരെ പിന്നെ തീരെ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാത്ത ഒരു തരം ബന്ധമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഇമ്പോസിബിലിറ്റിയെ പറ്റിയാണ്. അപ്പോൾ അയാൾ സ്വയം ഉണ്ടാക്കുന്ന ഒരു കഥയാണ് ഞങ്ങൾ തമ്മിൽ പ്രേമബദ്ധരായിരുന്നു പണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അവർ പിന്നെ പിടിച്ചു, പിന്നെ അവരെ പിന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നീ ഇത്ര നേരം ഇത് കാണിച്ചു, മറ്റേതല്ലേ നീ നിങ്ങളെ ജ്യേഷ്ഠനോട് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം വിളിച്ച് ചതിക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇയാൾ ഈ റിയലും വിഭാവന ചെയ്തതും രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുകയാണ്. അത് അങ്ങനെ ചെയ്യിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് സംഗതികളാണ്. ഇയാളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അയാൾ പറയുന്നുള്ളൂ, അത് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. പക്ഷെ അത് നമ്മളെല്ലാം ഉള്ളിൽ രണ്ട് തരം ഭാവങ്ങളുണ്ട്. ഒന്ന് ഒരു എക്സ്ട്രോവർട്ട്, ഒരു ബഹിർമുഖത്വമുള്ള ഒരാൾ. ഇനി ഒരാളൊരു അന്തർമുഖനാണ്. ഇത് രണ്ടും നമ്മളിലുണ്ട്. നമ്മളിത് ആവശ്യാനുസരണം ഇത് പുറത്തെടുക്കും, ആവശ്യാനുസരണം പുറകോട്ട് വലിക്കും. ഇതിലാണ്. പക്ഷെ അന്തർമുഖനായിരിക്കുമ്പോഴാണ് ഒരു പക്ഷേ ഇയാൾ കൂടുതൽ ഈ ഭാവനയിൽ വിഹരിക്കാൻ തുടങ്ങുന്നത്. ബഹിർമുഖനായിരിക്കുമ്പോഴയാൾ ഉള്ളതൊക്കെ എക്സാഗ്രേറ്റ് എന്ന് പറയും. അങ്ങനെയാണ് ഈ പിന്നെ കഥയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ രണ്ട് കഥകളാണ് പറയുന്നത്. ഇനിയും കഥകളുണ്ടെന്നാണ് പറയുന്നത്. അത് പറയുന്നുണ്ടല്ലോ. പിന്നെ കാരണം നമ്മൾ ഒരു കഥയെപ്പറ്റിയുള്ള നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു കൃതി തന്ന അനുഭവം മാത്രം ചേർത്തിട്ട് ഇത് പൂർണ്ണമായ അനുഭവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതല്ല, അപ്പുറത്ത് എനിക്ക് ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ അതാ പറയുന്നത്, ഇത് എൻ്റെ കഥ ഇപ്പോൾ പൂർണ്ണമല്ല, ഇനിയും പറയാനുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ തുടങ്ങുന്നതാണ്. അതുകൊണ്ടും തീരുന്നില്ല. അതാണ് ഈ അവസാനം നമ്മൾ ആ കുട്ടിയെ പിന്നെ പടികൾ കൗണ്ട് 2, 4, 6, 8 എന്ന് പറഞ്ഞ എണ്ണം. അതിനെ തന്നെ അയാൾ വീണ്ടും 1, 3 ഇനി പല രീതിയിൽ ആ വാസ്തവം എന്നൊക്കെ നമ്മൾ പറയുന്ന അനുഭവത്തിലെ വാസ്തവം എന്ന് പറയുന്നതുമായിട്ട് വളരെ വ്യത്യാസമാണ്. ഇതിൽ നമ്മൾ പെർസീവ്ഡ് റിയാലിറ്റി ആക്ച്വലി നമ്മൾ കാണുന്ന റിയാലിറ്റി തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇത് ശരിക്കും ഇറ്റ്സ് അബൌട്ട് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മളെന്താ കഥ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്? നമ്മുടെ അനുഭവങ്ങളാണ്. അനുഭവങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കഥയാവത്തില്ല. പക്ഷെ അതിന് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന ആ തീമിന് യോജിച്ച അനുഭവങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഒരു കഥ ഉണ്ടാകുന്നത്. അതാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി. നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളിതെല്ലാം ഉണ്ട്. നമ്മൾ ആവശ്യാനുസരണം എടുത്ത് ഒരുമിച്ച് വയ്ക്കുന്നതിന് വേണ്ടത് ഇമാജിനേഷനാണ്. ഇയാൾക്ക് ഇത് ജസ്റ്റിഫൈ ചെയ്തേ പറ്റുള്ളൂ. ഇയാളിങ്ങനെ ഈ വല്ലാത്തൊരു അന്തരാളത്തിൽ എങ്ങനെയാണ് എത്തിയത് എന്ന് ഇയാൾ സ്വയം പറയുകയാണ്, നമ്മളെ ബോധിപ്പിക്കുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതാണ്. അതുകൊണ്ട് അത് വളരെ കോംപ്ലക്സ് ആവുന്നത് അങ്ങനെയാണ്. ഈ സാറിൻ്റെ പല സിനിമകളിലെയും പ്രൊട്ടാഗണിസ്റ്റുകൾ ഈ അജയൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും പിന്നെ ഇതിലെ അജയൻ്റെ അത്രയും അല്ലെങ്കിൽ പോലും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ശങ്കരൻകുട്ടി ആണെങ്കിലും വിശ്വമാണെങ്കിലും പിന്നെ എല്ലാ കഥാപാത്രങ്ങളും, ഈവൻ പട്ടേലർ വരെ ഒരു 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 സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഏകാന്തത അനുഭവിക്കുന്നവരായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഈവൻ ആരാച്ചാര് വരെ അങ്ങനെയാണല്ലോ. അല്ല, അതിനൊരു അങ്ങനെ തോന്നാൻ ഒരു കാരണം, നമ്മളങ്ങനെ ഇതുവരെ നമ്മുടെ ശീലങ്ങളിൽ ഇതുവരെ വ്യക്തികളെ നേരിട്ട് സൂക്ഷിച്ച് ശീലിച്ചിട്ടില്ല. നമ്മുടെ അനുവാചകർ ചെയ്തിട്ടില്ല. നമ്മളൊരു പറയുന്ന നമ്മൾ അവരെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ പോലും നമ്മൾ സൂക്ഷ്മങ്ങളിലേക്ക് ഒരിക്കലും പോകാതെ കോമണാലിറ്റീസിലാണ് നിൽക്കുന്നത്. അതാണ് കാരണം. ഇവിടെ ഇയാൾ സ്പെസിഫിക് ആയത് വളരെ കൃത്യമാണ്. ഇന്ന കാര്യമാണ്, ഇന്നതിനെ പറ്റിയാന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ
പ്രിസിഷനിലാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ ആൾ വിചാരിക്കും ഇത് വളരെ പിന്നെ ഒരാളെ മാത്രം നോക്കുന്നതാണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ഈ പടം എലിപ്പത്തായത്തിൽ ഒരു ജീവിയെ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ കീഴിൽ ഭൂതക്കണ്ണാടിയുടെ കീഴിൽ വെച്ച് കാണുന്ന പോലെയാണ് ആ പടം. അയാളെപ്പറ്റി എല്ലാം നമുക്കറിയാം, എല്ലാ ഡീറ്റെയിൽസും എല്ലാം അറിയാം. ഇയാളുടെ മനസ്സിൽ വിചാരിക്കുന്ന അറിയാം, അയാൾ നടക്കുന്ന അറിയാം, സകലതും അയാളെപ്പറ്റി അറിയാം. അയാളെപ്പറ്റി സർവ്വ വിഷയങ്ങളും നമുക്ക് അറിയാം. പക്ഷേ മുഖാമുഖത്തിലെ കഥാപാത്രം അങ്ങനെയല്ലോ. അത് ക്യാരക്ടറൈസേഷനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചോദ്യം ചെയ്തിരിക്കുന്ന ഒരു പടമാണ് അത്. അറിഞ്ഞൂടാ കഥാപാത്രം ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വൈ ഹി ബിഹേവ്സ് ലൈക്ക് ദിസ് എന്നുള്ളത് അറിയാൻ പറ്റില്ല. അതാണ് അല്ല, അയാൾ ആരാന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഓരോ സെംബ്ലൻസത്താണ് തന്നിരിക്കുന്നത്, അത് വെച്ച് നമുക്ക് അയാളെ അറിഞ്ഞൂടാ. അയാളുടെ പേരുമല്ല, ഈ പേര് പോലും പിന്നെ ഫേക്കാണ്. കാരണം സ്യൂഡോ നെയിംസ് വെച്ചിട്ടാണ് ആളുകൾ ഈ അണ്ടർഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ അതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടം പാർട്ടിയുടെയൊക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം സെലക്ട് ചെയ്ത് അയാൾ കാസ്റ്റ് ചെയ്തേ പോലും ഒരു കോങ്കണ്ണുള്ള ഒരാളിനെയാണ് ചെയ്തത്. അയാൾ എങ്ങോട്ടാണ് നോക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ ഒക്കെയില്ല. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പിന്നെ അത് ഞാനിപ്പോഴാണ് നോട്ട് ചെയ്തത്. അതെ അതെ, അത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അങ്ങനെ കുറേ സംഗതികളാണ് ആ പടത്തിൻ്റെ ഒരു പ്രത്യേകത. അതാണ് പിന്നെ ഈ എല്ലാം പറയുന്ന എല്ലാം അറിയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് ഉള്ള ഒരു മാറ്റമായി. മറ്റേ പടം കഴിഞ്ഞെടുത്താൽ ഇത്. അപ്പോൾ അതേസമയം അത് ഹിസ്റ്റോറിക്കലി കറക്റ്റ് ആയിരിക്കണം, അതിനകത്ത് കള്ളം പറയരുത് എന്നൊക്കെ എനിക്ക് വളരെ നിർബന്ധമുള്ളതുകൊണ്ടാണ് ഒരു പീരീഡ് ഓഫ് ഹിസ്റ്ററി, കേരളത്തിലെ ഒരു പീരീഡ് ഓഫ് ഹിസ്റ്ററി എടുത്തത്. നിഴൽക്കുത്ത് തന്നെയും നിഴൽക്കുത്ത് സവിശേഷമായിട്ടുള്ളൊരു പഠനം ഇറക്കുന്ന ഒരു സിനിമയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ആരും അത് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ എന്നോട് മൃണാൾ സെൻ പറഞ്ഞു കേട്ടോ, എക്സിക്യൂഷൻ മൃണാൾ സെന്നെ പടം കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ ആരും പടം എടുത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പം അങ്ങനെ ആത്മകഥ എഴുതിയത് എന്നപ്പോൾ ഞാൻ അതിനകത്ത് എഴുതാൻ പോവാണ് ഈ പടത്തെ പറ്റി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതി, വലിയ ഗംഭീരമായിട്ട് എഴുതി കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചിട്ടുണ്ട്, എഴുതി അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ എഴുതി. അപ്പോൾ അങ്ങനെ പറഞ്ഞ വാചകമായത് ആരും ഇങ്ങനെ പടം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല എന്ന് വെച്ചാൽ എന്ന് മാത്രമല്ല, ഈ ആരാച്ചാരൻ എന്ന് പറയുന്ന ആളുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം തോട്ടമാണ് സാർ. അത് പക്ഷേ കുറേ ഗവേഷണങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു, ഒരുപാട് ചരിത്രം. ഞാനക്കാലത്ത് സാറിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ഒരുപാട് ചരിത്രം. ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് ചെയ്യാൻ ഒരു റഫായിട്ടുള്ളത് എഴുതിയിട്ട് അതിനെ പിന്നെ അത് വളരെ റിയൽ ഡോക്യുമെൻറ്റ്സ് ആവണം, അല്ലാതെ ഏതെങ്കിലും ചരിത്രപരമായിട്ടുള്ള അവാസ്തവങ്ങളായിട്ട് വരാൻ പാടില്ല, പിന്നെ അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ഈ കൊലപാതക കേസുകളുടെയൊക്കെ ഫയലുകൾ ഞാൻ എടുപ്പിച്ചിട്ട് കണ്ടിട്ടുണ്ട്, വായിച്ചു നോക്കിയിട്ട് ജഡ്ജ്മെൻറ്റ് അതും ഇതൊക്കെ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അത് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരുപാട്. പിന്നെ അതിനകത്തുള്ളൊരു ശരിക്കുള്ള അങ്ങനെ തന്നെയാണ് ഈ പൂക്കിക്കൊല എന്ന് പറയുന്ന സംഭവത്തിന് അതൊരു റിച്വലാണ് ശരിക്കും തോന്നിയത്. ഒരുപാട് റിച്വൽസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉറക്കൊഴിച്ചിരിക്കൽ, കയറ് തയ്യാറാക്കൽ. അത് മാത്രമല്ല, അന്നത്തെ കാലത്ത് ഈ കയറിന് വേണ്ടി വലിയ ഡിമാൻഡായിരുന്നു പറയുന്നത്. കാരണം കുട്ടികൾ പിന്നെ തൊട്ടിലിട്ട് ആട്ടുമ്പോൾ ഈ കയറിൻ്റെ ഒരറ്റം അതിൽ കെട്ടിയിരിക്കുകയാണെങ്കിൽ ദുസ്വപ്നം കാണത്തില്ല എന്നൊക്കെ ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിലും നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാസ്റ്റിംഗ് ആയിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ. അതെ അതെ അതെ. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം ഈ ആരാച്ചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്ത് മുതലേ ഉള്ള ഒരു ഭീകരരൂപിയാണ്. അയാളൊരു കാലൻ്റെ രൂപം, വല്ലാത്തൊരു രൂപമാണ്. അയാൾ കൊല്ലുന്നതെന്നല്ല അയാളുടെ ജോലി. അപ്പോൾ അയാൾ മഹാദുഷ്ടനും കണ്ണൊക്കെ എപ്പോഴും ചുവന്ന വല്ലാത്തൊരു രൂപമായിട്ട് വരുന്ന ഒരു ദുഷ്ട കഥാപാത്രമായിട്ടാണ്, ഒരു ഭീകരരൂപിയായിട്ടാണ് നമ്മൾ ഓർക്കുന്നത്. കുട്ടിക്കാലത്തൊക്കെ പറയും ഞാൻ ആരാധന പിടിച്ചു കൊടുക്കും എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഐ എം ഗോയിങ് ടു സീ ഹിം. നേരിട്ട് പോയിട്ട് ആരാച്ചാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാണാൻ പോകുന്നത്. അയാളൊരു സാധാരണ മനുഷ്യനാണ്. നമ്മളെപ്പറ്റി നമ്മളെല്ലാം പോലെ തന്നെ ഒരു ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അയാളുടെ തൊഴിലാണ് തൂക്കിക്കൊല്ലുക എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു 2-3 കൺവെൻഷൻസ് ഉണ്ട്. നിങ്ങൾ
ആ ആരെയാണോ കൊല്ലുന്നത് അവരോട് അനുകമ്പയോ വിരോധമോ രണ്ടും പാടില്ല. അതൊരു നിഷ്കാമമായിട്ടുള്ള കർമ്മമായിട്ടാണ് ചെയ്യേണ്ടത്. അത് വിഷമമാണ്. ഒരാളുടെ കഴുത്തിൽ കയറിടുക, അതേസമയം അയാൾ ഏത് തരത്തിലുള്ള പ്രോസസ്സ് കഴിഞ്ഞാണ് കുറ്റവാളിയാണെന്ന് കണ്ടുപിടിച്ചതെന്നുള്ളത് ഇതിലൊന്നും ഇയാൾക്ക് യാതൊരു റോളുമില്ല. അവസാനം ഇയാളുടെ മാത്രം ഒരു കുറ്റമായിട്ട് മാറുക ഇയാളുടെ കൊല്ലുന്നത്, തെറ്റുപറ്റിയാൽ ആരാച്ചാരാണ് കൊന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു വരിക. അപ്പോൾ രാജാവ് വരെ കുറ്റത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഒരു 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 പ്രൊക്ലമേഷൻ കൊടുക്കും, കൊണ്ടുവന്ന് അവിടെ വായിക്കാൻ വേണ്ടിയിട്ട്. ഇത് ആളിനെ എക്സിക്യൂഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് പോയി വായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കൺവെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുതിരപ്പുറത്ത് ഒരാൾ പോകുന്നത്, അയാൾ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ടേ അവിടെ ചെല്ലത്തുള്ളൂ. അയാൾ അതുവരെ വേറെ കറങ്ങി നടന്നിട്ട് ഇത് കഴിഞ്ഞെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അപ്പോഴാണ് കൊണ്ടുപോയി ഇത് വായിക്കുന്നത്, ഇയാളെ ഇതിൻ്റെ തന്നെ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ്. ഈ കൊല്ലപ്പെട്ട ആളെ? അതെ. കാരണം ഇതിൻ്റെ ദോഷം വരാൻ പാടില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ നമ്മുടെ രാജകന്മാർ കണ്ടുപിടിച്ച ഒരു സൂത്രമാണല്ലോ എന്ന് കണ്ടുപിടിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ശരിക്കും ഈ പടം വെനീസ് ഫെസ്റ്റിവലിൽ കാണിച്ചപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു സ്പാനിഷ് ഫിൽം മേക്കർ പടം കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഇതേ പരിപാടി സ്പെയിനിൽ സ്ഥിരമായിട്ട് രാജാക്കന്മാർ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ സ്പെയിനിലെ പ്രാക്ടീസാണ് ഇവിടെ നമ്മുടെ ആളുകൾ, നമ്മുടെ രാജകുടുംബം ശരിക്കും അവരുടെ നിന്ന് കടമെടുത്തതാണ് ഈ പ്ലാന്. കാരണം ബ്രിട്ടീഷുകാർ ചിലപ്പോൾ അവരിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെയൊക്കെ വേണം, ബ്രിട്ടീഷുകാരിൽ നിന്ന് വന്നതായിരിക്കണം. അങ്ങനെ ആർക്കും ഇതിൽ ശരിക്കും പറഞ്ഞാൽ ആരും ഇത് ഓണപ്പ് ചെയ്യുന്നില്ല, ആരും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. ഇദ്ദേഹം മാത്രമാണ് ഫൈനൽ. അതെ, അതിൻ്റെ ഒരു മൊത്തം ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഒരു നിർദ്ദയ രൂപമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഇതിലൊന്നും ഇൻവോൾവ് ആകാത്ത, അതേസമയം കൊലക്കുറ്റം കൊലശിക്ഷ നിർത്തണമെന്ന് പറഞ്ഞു നടന്ന ഒരു കൊച്ചനെയാണ് വിളിച്ചിട്ട് അവസാനം അവനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ഇയാളെ കൊളാപ്സ് ചെയ്യുന്നു ഈ സ്റ്റേജ് വരുമ്പോഴത്തേക്ക്. അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരവസ്ഥയാണ് അത്. കാരണം അവരുടെ ചോറുമായത് ചെയ്യാതിരിക്കാൻ ഒക്കെയല്ല. അത് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ മെസ്സേജായിട്ട് പോകുന്ന ആൾ ചോദിക്കുന്നുണ്ടല്ലോ, എല്ലാം നോക്കുന്നില്ലേ, അവിടുന്ന് നോക്കുന്നില്ലേ, നിനക്കെല്ലാം തരുന്നില്ലേ, ഇത് ചെയ്യുന്നില്ലേ, പിന്നെ എന്താണ് നിനക്കിത് ചോദിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഈ പാപത്തിൻ്റെ ഇത് ഏറ്റെടുക്കാൻ ആരും, ആ ഭാരം ഏറ്റെടുക്കാൻ ആരും തയ്യാറില്ല. നമ്മളിപ്പം ഒരുപാട് മേഖലകളിലേക്ക് പോയി. സാർ പുതിയൊരു പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ഈ അടുത്തിടെ വായിച്ചു. അങ്ങനെ എഴുതിയെങ്കിൽ ശരിയല്ല, ഞാനത് തീരുമാനിച്ചിട്ടില്ല. ഇടയ്ക്കൊന്ന് പൂർണ്ണമായിട്ട് മനസ്സങ്ങ് മടുത്തു ഇനി വേറൊന്നിനെ പറ്റി ആലോചിക്കുന്നതിന്. കാരണം ആളുകൾ തിയേറ്ററിൽ പോകാത്തൊരു അവസ്ഥ വന്നു എന്ന് എനിക്ക് തോന്നി കുറച്ചു കാലം മുമ്പ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അടുത്ത പടത്തെ പറ്റി ആലോചിക്കേണ്ട ഒരു സമയമായിരുന്നത്. അപ്പോൾ ഞാനത് മനസ്സിൽ നിന്ന് അങ്ങ് പോയി. ഇനിയിപ്പോൾ ഉണ്ടാക്കി വരണം എന്തെങ്കിലും നമുക്ക് തന്നെ ഒരു ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഡിമാൻഡിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് നമ്മുടെ കാലഘട്ടമായിട്ട് ഏതെങ്കിലും രീതി പ്രതിഫലിക്കുന്ന ഒരു വിഷയം ഇങ്ങനെ കൊല്ലം മനസ്സിൽ വന്നാലേ ചെയ്യുള്ളൂ. അതിനുവേണ്ടി നോക്കുകയാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് എല്ലാവർക്കും ഒപ്പം ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഒപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദി.